പി.സി. ജോർജ് നമുക്കറിയാം ഇടയ്ക്കിടെ പല പരാമർശങ്ങളും വർഗീയമായ പരാമർശങ്ങളൊക്കെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യപ്പെട്ടതാണ്. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം നടത്തിയൊരു പരാമർശമാണ് നെഹ്റു മുസ്ലിമാണെന്ന് 5 വക്ത് നിസ്കരിക്കാറുണ്ടെന്നുള്ളത്. അതിലേറെ ഉപരി അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള മുസ്ലിംസ് എല്ലാം പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് വിളിക്കുന്നവരാണ്. അദ്ദേഹം അത് പറഞ്ഞത് മോശമായിട്ടാണ് പറയുന്നത്. ശരിക്കും അതിന്റെ ലോജിക് പരമായും തെറ്റുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ വർഗീയതയും പറയുന്നത്? അല്ല, അദ്ദേഹം പറഞ്ഞതിൽ ഒന്നാമത്തെ കാര്യം അദ്ദേഹത്തിന് ക്രിക്കറ്റ് അറിയില്ല. ഉം. ക്രിക്കറ്റ് കളി കാണുമ്പോൾ ഇവർ ഗോളടിക്കാറുണ്ടെന്ന് കൂടി അദ്ദേഹം പറഞ്ഞിട്ടില്ല. അത്രയും ഭാഗ്യം. ഓക്കെ, അദ്ദേഹത്തെ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ മണിക്കൂറുകളോളം അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ തവണ ഒരു തോൽവി ഏറ്റുവാങ്ങിയിരുന്നു. 41,000 വോട്ട് മേടിച്ച് അദ്ദേഹം തോറ്റിരുന്നു, 2ാം സ്ഥാനത്ത് എത്തിയിരുന്നു. ഉം. പക്ഷെ അപ്പോൾ പോലും അദ്ദേഹം 2ാം സ്ഥാനത്ത് എത്തിയിരുന്നു. ആ 2ാം സ്ഥാനത്ത് എത്തിയ തോൽവിക്കുന്നതിലേക്ക് നയിച്ച കുറെ കാരണങ്ങളുണ്ടല്ലോ ശില്പി. അതറിയാലോ. ഇപ്പൊ അവിടെ PFIയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആളുകളും ഈ SDP ഒക്കെ തന്നെ ഒരുമിച്ച് കൂടി ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ ഒരു പ്രചരണ ജാഥയിൽ തന്നെ അവരൊക്കെ ഒന്ന് കൂവുകയും ഇദ്ദേഹം തിരിച്ച് തെറി വിളിക്കുന്ന ദൃശ്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പൊ അങ്ങനെയുള്ളൊരു വൈരാഗ്യം ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കേണ്ടത്. പക്ഷേ അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം അതുകൊണ്ട് ഏറ്റവും ഒടുവിൽ BJPയിലേക്ക് എത്തി. അപ്പൊ അതുകൊണ്ട് മാത്രമല്ല ഈ പ്രചരണം പറഞ്ഞത്. പക്ഷെ ഇപ്പൊ പറഞ്ഞ പ്രചരണം, ഇപ്പൊ ഇദ്ദേഹം പറയുന്ന വാചകങ്ങളൊക്കെ യഥാർത്ഥത്തിൽ BJPയുടെയും സംഘപരിവാറിന്റെയും അജണ്ടകൾക്കനുസരിച്ച് അദ്ദേഹം വർത്തമാനം പറയുകയാണ്. ഉം. ഓക്കെ, ഒന്ന് അദ്ദേഹം പറഞ്ഞതിൽ തന്നെ വലിയൊരു തമാശ ഉണ്ട്. കാരണം പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ ഇവന്മാരെ നിന്നെ സന്തോഷിക്കണം എന്ന് ചോദിക്കണം. സത്യത്തിൽ ഇന്ത്യക്കാരായ മുസ്ലിംസും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാം പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ സന്തോഷിക്കണം. ഉം. കാരണം അവരെ ഔട്ടാവുകയാണല്ലോ ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു നാക്കില് വന്നിട്ടുള്ള ഒരു കയ്യബദ്ധമായിരിക്കും എന്ന് വിചാരിച്ച് നമുക്ക് വിടാം. പക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചത് ഇത്തരത്തിൽ വർഗീയമായിട്ടുള്ള ഒരു ചേരിതിരിവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, ഇതിനേക്കാൾ തീവ്രമായി അദ്ദേഹം പറയുകയും പിന്നെ മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്നിട്ട് മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണെന്ന് അദ്ദേഹം പറയുകയും പിന്നീട് അതിന് മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ഒരു അജണ്ടയാണ്. ഇപ്പൊ ഈ ഭാരതാംബ മുതൽ ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ വരുന്ന അജണ്ടയാണ്. വേണമെങ്കിൽ പിണറായി വിജയൻ കേസെടുക്കുമെന്ന് പറഞ്ഞാൽ കേസെടുത്താൽ അത് ഗുണമാകും. കാരണം കേസെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു തവണ കേസെടുത്ത് ഇദ്ദേഹത്തെ വസതിയിൽ നിന്നും നേരെ നമുക്കറിയാലോ മറ്റേ തിരുവനന്തപുരം വരെ കൊണ്ടുപോയതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ജനം തള്ളിക്കളയും, അല്ലെങ്കിൽ കളയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശുദ്ധ വിവരക്കേടാണ്, വർഗീയതയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരിടക്ക് അദ്ദേഹം കണ്ടുപിടിച്ച മറ്റൊരു കാര്യമുണ്ട്. അത് നിങ്ങളെല്ലാവരും കേൾക്കേണ്ടതാണ്, നമ്മുടെ പ്രേക്ഷകർ. എന്താണ്? കാരണം മണിയറയിലെ അശോകൻ എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായി. ആ സിനിമ ഗ്രിഗറി ജേക്കബ് എന്ന് പറയുന്ന ഒരു പയ്യൻ അഭിനയിച്ച സിനിമയാണ്. ദുൽഖർ സൽമാൻ നിർമ്മിച്ച സിനിമയാണ്. ആ സിനിമയിൽ ഗ്രിഗറി ജേക്കബും അതുപോലെ തന്നെ ദുൽഖർ സൽമാനും കൂടിയിട്ട് രണ്ടുപേരും കൂടി ഒരു പാട്ട് പാടിയിട്ട്, ആ പാട്ടെന്ന് പറയുന്നത് ഒരു ഉണ്ണിമായ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കുറിച്ച്, അല്ലെ നായികയെ കുറിച്ച്, അത് അനുസിതാരയാണ്. അനുസിതാരയെ വർണ്ണിച്ചുകൊണ്ടുള്ള ഒരു പാട്ടാണ്. അതിൽ പറയുന്നത് തഞ്ചത്തിനൊപ്പന പാടി വായോ ഉണ്ണിമായ എന്നാണ് പറയുന്നത്. ഒരു പാട്ടിലെ വരിയാണെന്ന് ആലോചിക്കാം. അതിലെ ബാക്കിയുള്ള വരികളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ ചിരി വരും. കാരണം വെച്ചാൽ റോഡും മേലെ ടാറ് നീ എന്നാണ്, മനസ്സിലായ? അതുപോലെ മറ്റേ മത്തി നീ എന്നൊക്കെ പറഞ്ഞ് പെണ്ണിനെ ഉപയോഗിക്കുന്നുണ്ട്. അത്ര മനോഹരമായ കവിത തുളുമ്പുന്ന വാക്കുകളാണ്. പക്ഷെ അത്തരത്തിലുള്ള വാക്കിനെ പോലും PC ജോർജ് വന്നിരുന്നിട്ട് ഒപ്പന മൊഞ്ചത്തി പെണ്ണെ ഉണ്ണിമായ തഞ്ചത്തിൽ വാടി വായ എന്നാണ് അതിന്റെ ലൈൻ. അപ്പൊ അതിൽ പറയുന്നത് എന്തിനാണ് ഒപ്പന വാടി വരാനായിട്ട് ഉണ്ണിമായ ക്ഷണിക്കുന്നത്? അതിന് വേണമെങ്കിൽ ഐഷുമ്മയോ അല്ലെങ്കിൽ വേറെ ബീവിയോ ആരെങ്കിലും ക്ഷണിക്കാൻ പാടില്ലേ? അതിന് നിങ്ങൾ മറ്റ് നിരവധി മുസ്ലിം പേരുകൾ പറഞ്ഞുകൊണ്ട് ഐഷുമ്മയോ അല്ലെങ്കിൽ മറ്റേ ബീവാത്തുമ്മയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താണ് പല ആളുകളെയും ക്ഷണിച്ചുകൂടെ? എന്തിനാണ് നിങ്ങളൊരു ഹിന്ദു പെൺകുട്ടിയെ വിളിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രശ്നം ഉണ്ടാക്കിയത്. ആ വിവരക്കേടുകൾ ഇപ്പോഴും തുടരുന്നു. പക്ഷെ ഇപ്പോഴുള്ള വിവരക്കേടുകൾ അദ്ദേഹത്തിൻ്റെത് മാത്രമല്ല, ഇത്തരത്തിലുള്ള ഒരു അജണ്ട കൃത്യമായി സെറ്റ് ചെയ്യുകയും ഇതിനൊക്കെ ചെറിയ തോതിലെങ്കിലും നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ ഒരു ആക്സെപ്റ്റൻസ് കിട്ടുകയും ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇദ്ദേഹം ഇത്തരത്തിലുള്ള പരിപാടികളുമൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അത് ഇനി ഇത് മാത്രമല്ല, അദ്ദേഹം ഇവിടെ നമ്മളെ വെണ്ണാലയിലൂർ ക്ഷേത്രത്തിൽ വന്നു. അതുപോലെ പാലാരിവട്ടത്ത് പോലീസ് കേസെടുക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി, മനസ്സിലായി? അപ്പൊ ഇത്തരത്തിലുള്ള വർഗീയമായിട്ടുള്ള പ്രചരണം നടത്താൻ ആരെ കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കൃത്യമായിട്ട് ഇതുപോലെ എന്ത് വിളിച്ചു പറയാനും എന്ത് നേരിടാനും ഒക്കെ ചങ്കൂറ്റമുള്ള PC ജോർജ് എന്ന് പറഞ്ഞ ഒരാളെ കിട്ടുന്നത്. ഇതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയമായി വലിയ അജണ്ടകളുണ്ട് ശിവരി. എന്താണത്? അല്ല, അതിലുള്ള വലിയ അജണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോ നമുക്കറിയാലോ, കേരളത്തില് ഹിന്ദുക്കളുടെ ഇടക്കുള്ള ഒരു വോട്ടുകൾ മാത്രം മേടിച്ചുകൊണ്ട് ഒരു കാരണവശാലും ഈ പറയുന്ന നമുക്ക് അറിയാം BJPക്ക് അധികാരത്തിൽ വരാൻ കഴിയില്ല. അപ്പൊ ഹിന്ദുക്കളുടെ വോട്ടുകൾ മാത്രമല്ലാതെ പിന്നൊരു 17% അല്ലെങ്കിൽ 16-17% വരുന്ന ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകളിൽ കൂടി വിള്ളലുണ്ടാക്കും. കാരണം ഏതാണ്ട് ഒരു 27-30%, 32%-ഓളം
മുസ്ലിംസ് ഉണ്ട്. 27 കറക്റ്റ് നേരത്തെ പഴയ സെൻസസ് പ്രകാരം. പക്ഷെ ഇപ്പൊ അതൊരു 30% ഇതുണ്ടാവും. അപ്പൊ 70% വരുന്ന ആളുകളെങ്കിലും പ്രതിനിധീകരിച്ചാൽ മാത്രമേ ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറയുന്ന അധികാരത്തിലെത്താൻ പറ്റുള്ളൂ. കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 35-37%, ഇപ്പൊ ഇത് ത്രികോണ പോരാട്ടമാണെങ്കിൽ പോലും ഒരു 35-36-37% വോട്ടുകൾ എടുക്കണം. ആ 37% വോട്ടുകൾ കിട്ടണമെങ്കിൽ എന്ത് വേണം, നിങ്ങൾക്കൊരു 70% ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം വേണം. അപ്പൊ അങ്ങനെ ഒരു 70% ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തനം നടത്തണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഹിന്ദുക്കളെ മാത്രം നോക്കിയാൽ പോരാ, പകരം എന്ത് ചെയ്യണം, 53-54% വരെ ഹിന്ദുക്കളെ മാത്രം നോക്കിയാൽ പോരാ, പകരം നിങ്ങൾ ഉറപ്പായിട്ടും ക്രിസ്ത്യൻസിനെ കൂടി നോക്കണം. അതുകൊണ്ട് ഇപ്പൊ ഈ ഭാരതാംബയാണെങ്കിലും ഈ പറയുന്ന ഒപ്പന പാടി വരുന്ന പാവം ഉണ്ണിമായായിട്ട് അഭിനയിച്ചിട്ടുള്ള ആരും ശ്രദ്ധിക്കാതെ പോയ പടത്തിലെ പാട്ട് പോലും ഗവേഷണം നടത്തി PC ജോർജ് ആ പാട്ടൊന്നും കേൾക്കുന്ന ഒരാളൊന്നുമല്ല. മനസ്സിലായേ? മഞ്ചത്തി പെണ്ണ ഉണ്ണിമായ തഞ്ചത്തിൽ ഒപ്പന പാടി പോയെന്ന് പറഞ്ഞ പാട്ട് വീട്ടിൽ വെച്ച് അദ്ദേഹം കേൾക്കുകയും അപ്പൊ കേട്ടപ്പോൾ ഉടനെ തന്നെ പെട്ടെന്ന് അയ്യോ ഈ പാട്ടിൽ എന്തിനാണ് മറ്റേ ഉണ്ണിമായനെ ഒപ്പന കളിക്കാൻ വേണ്ടി വിളിക്കുന്നത്, ഒപ്പന കളിക്കാൻ വിളിക്കുന്നത് ഐഷുമ്മയോ ബിവാത്തുമ്മയോ വിളിക്കണ്ടേ എന്നൊന്നും പറഞ്ഞ് ആടിയിടിക്കുന്ന ഒരാളെ അല്ല. അപ്പൊ അദ്ദേഹം വളരെ രസകരമായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ്. മനസ്സിലായോ? അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിച്ച് മറ്റൊക്കെ ചെറിയ 2 പാനീയങ്ങളൊക്കെ കുടിച്ച് സന്തോഷമായിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരാളാണ്. ഇത് അജണ്ടയാണ്, അദ്ദേഹം ഒരു കൈയാണ്, അത്രയും നമ്മൾ മനസ്സിലാക്കിയാൽ മതി. സാറിപ്പം പറഞ്ഞു ഒരു ഹിന്ദു സമുദായം മാത്രം ലക്ഷ്യം വെച്ച് അവർക്ക് അധികാരത്തിൽ വരാൻ പറ്റില്ല. പക്ഷേ PC ജോർജിന്റെ ഇങ്ങനെയുള്ള ഒരു ശരിക്കും നമുക്ക് ശരിക്കും മണ്ടത്തരം തോന്നുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റുമോ? ശരിക്കും അദ്ദേഹം കൂടുതൽ പരിഹാസനായി മാറില്ലേ ഇങ്ങനത്തെ ഒരു ആരോപണങ്ങൾ? ഷിബിലി ഈ ചോദ്യം ചോദിച്ചത് നന്നായി. കാരണം ഞാൻ ഇത്തരം ലെവലിലേക്ക് ഈ ചർച്ച കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിരുന്നില്ല. പക്ഷേ ഷിബിലി ഇത്തരം മണ്ടത്തരങ്ങളൊക്കെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നാൽ, മനസ്സിലായോ, ഗീബൽസിയൻ പ്രചരണം എന്ന് കേട്ടിട്ടുണ്ടോ ഷിബിലി? അതായത് ഒരു നുണ 100 വട്ടം ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് സത്യമായി മാറും, അല്ലെങ്കിൽ സത്യമാണെന്ന് ആളുകൾക്ക് തോന്നും. ഇതുപോലെയുള്ള നുണകളും തമാശകളൊക്കെ മറ്റു പലരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നരേന്ദ്രമോദി പറയുന്നത് എന്താണ്, അദ്ദേഹം പഠിക്കുന്നത് എൻറ്റയർ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ആണെന്ന് പറയുന്നത്. എൻറ്റയർ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ സബ്ജക്ട് ഒരു യൂണിവേഴ്സിറ്റിയിലും ഇല്ല. മനസ്സിലായേ? അത് പോട്ടെ, ഇനി അത് വിട്ടേക്കാം, ഇത് നമ്മൾ മാറ്റി വെക്കാം, അത് പോട്ടെ, നിസ്സാര കാര്യം. മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ, ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഇന്റർനെറ്റ് വന്നിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്റർനെറ്റ് അദ്ദേഹം ആദ്യമായി ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നരേന്ദ്രമോദി ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട്. ആ പ്രഭാഷണത്തിൽ പറയുന്നത് എന്താണെന്നറിയോ, വാജ്പേയിയുടെ ഒരു ഫോട്ടോ, ഒരു പിക്ചർ അദ്ദേഹം ഇതിലെടുക്കുകയും അദ്ദേഹം അത് ഇമെയിൽ വഴി അയച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് പറയുക. അന്ന് ഇന്ത്യയിൽ നെറ്റ് വന്നിട്ടില്ല, ഇമെയിൽ അയച്ചു കൊടുക്കും എന്ന് പറയുന്നത്. പിന്നെ പല കാര്യങ്ങളൊക്കെ ഉണ്ട്. സുഭാഷ് ചന്ദ്രബോസിനെ ജയിലിൽ പോയി കണ്ടു എന്ന് പറയുന്നത്. അങ്ങനെ പല കാര്യങ്ങളും ഞാൻ പറയുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതൊക്കെ ദഹിക്കുന്ന, ഇതൊക്കെ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ ഇതൊക്കെ വേണമെങ്കിൽ തൊടാതെ വിഴുങ്ങാൻ കഴിയുന്ന ഒരു സൊസൈറ്റിയെ കൂടി ഇവിടെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ അത്തരത്തിലുള്ള ഒരു സൊസൈറ്റി അല്ല ഒരിക്കലും കേരളത്തിലുള്ളത്. കേരളത്തിൽ കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, കുറച്ചുകൂടി രാഷ്ട്രീയ ബോധമുള്ള ഒരു സമൂഹമാണ് നിലവിലുണ്ടായിട്ടുള്ളത്. പക്ഷെ ആ സമൂഹത്തിൽ പോലും ഞാൻ തുറന്ന ഷിബിലിയോട് പറയാം, അതിൽ പോലും ഒരുപാട് താഴ്ചകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായി ഇത്തരത്തിൽ അന്ധമായിട്ടുള്ള പല കാര്യങ്ങളും ആളുകൾ എടുക്കുന്ന ഒരു കാലത്തിലേക്കാണ് കടക്കുന്നത്. അത് കേരളത്തിന് വലിയ അപകടകരമായിട്ടുള്ള കാര്യം ആണ്. ഇത്തരത്തിലുള്ള ഇപ്പൊ ഞാൻ വേണമെങ്കിൽ ലിസ്റ്റ് പറഞ്ഞ ഒരു 500 നുണകൾ പറഞ്ഞു തരാം. ഈ 500 നുണകളൊക്കെ തന്നെ വലിയ കാര്യമായി എടുക്കുന്ന നിരവധി ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ അത്തരത്തിലുള്ള ആളുകളുടെ ഇടയിലോട്ട് ഇതെല്ലാം തന്നെ കൃത്യമായ ഒരു ഹിന്ദുത്വ അജണ്ട എന്നുള്ള നിലക്ക് ഇതെല്ലാം സെല്ല് ചെയ്യപ്പെടുന്നുണ്ട്. ആ ചെയ്യപ്പെടുന്നതുകൊണ്ടാണല്ലോ ഷിബിലി കഴിഞ്ഞ തവണ 15% ഉണ്ടായിരുന്ന വോട്ട് വിഹിതം അവർക്ക് 19.7 ഉയർത്താൻ കഴിഞ്ഞത്. അപ്പൊ അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ മാധ്യമങ്ങളുടെ മുതൽ PC ജോർജ് എന്ന് പറയുന്ന ചെറിയ കരങ്ങൾ മുതൽ മാധ്യമങ്ങളുടെ അടക്കം വരുന്ന വലിയ നരേറ്റീവുകൾ ഉണ്ട്. അതിനെയൊക്കെ എതിർക്കാൻ പറ്റാത്ത കാലത്തേക്ക് പോലുമാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഇപ്പൊ ഭാരതാംബ മറ്റൊരു വിഷയമാണ്, നമുക്ക് പിന്നീട് എടുക്കാം. പക്ഷെ ഭാരതാംബ അത് എതിർക്കണോ അനുകൂലിക്കണോ എന്ന് പറയുമ്പോൾ എതിർക്കുന്നവന് പോലും ഒരു പേടിയുണ്ട്. കാരണം ഭാരതാംബ എന്ന് പറയുന്നത് ഒരു ദേശസ്നേഹം തുളുമ്പുന്ന ഒരു കാര്യമാണ്. അതിനെ എതിർത്താൽ ഞാൻ ദേശദ്രോഹി ആകുമോ? അപ്പൊ അത്തരത്തിലുള്ള പല പല നറേറ്റീവുകളിലൂടെ, കൃത്യമായ പ്ലാനിങ്ങുകളിലൂടെ വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യം ഈ പറയുന്ന പൊഴു രാഷ്ട്രീയം നമ്മുടെ കേരളത്തിലേക്ക് അരിച്ചിറങ്ങുന്നു എന്നുള്ളതാണ് ഇത് വിചാരിക്കുന്നത്. ഞാൻ നേരത്തെ ഇതൊരു വീഡിയോ ഉണ്ട്, ഈ തഞ്ചത്തിൽ ഒപ്പന മഞ്ചത്തി പെണ്ണ ഉണ്ണിവായെ തഞ്ചത്തിൽ ഒപ്പന പാടി വായ എന്ന് പറഞ്ഞ പാട്ടിനെ കുറിച്ച് PC ജോർജ് പറഞ്ഞത് വെറുതെ അല്ല, അതൊരു വലിയ പ്രൊജക്ടിന്റെ ഭാഗം
ആണ്. ആണെന്ന്. പക്ഷെ അന്ന് ആളുകൾക്ക് തോന്നി ഈ വീഡിയോന്റെ താഴേക്ക് ഒരുപാട് കമന്റുകൾ വന്നിരുന്നു. ഇതെന്ത് വിവരക്കേടാണെങ്കിലും പറയണം. ഒരു പാട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ കേരളത്തിൽ ആരെങ്കിലും അതിന്റെ വിശ്വസിക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഓരോ ചെറിയ കാര്യവും ചർച്ചയാവും. ഇനി മറ്റൊരു കാര്യം കൂടി ചോദിക്കാം. തെറ്റുകളിലേക്ക് എത്തുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇപ്പൊ സമാധി ആയല്ലോ ഒരാള്. ആ. എങ്ങനെയാണ് കേരളം വിഭജിക്കപ്പെട്ടത് ശ്രദ്ധിച്ചാ? ഒരാള് വിവരക്കേട് കൊണ്ട് അയാള് സമാധിയായി എന്ന് പറഞ്ഞു. സമാധി 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 എന്നൊക്കെ അവരുടെ ഭാര്യ കിടന്ന് ഒച്ചയെടുക്കുന്നൊക്കെ നമ്മളെല്ലാരും ശരി. കേട്ടു. പക്ഷെ സത്യത്തിൽ എങ്ങനെയാണ് കേരളം വിഭജിച്ചത്? അങ്ങനെയാണ്. കേരളം യഥാർത്ഥത്തിൽ സമാധിയാകുന്നവരോടൊപ്പം കുറെ പേര് നിന്നു. ഇത് വിവരക്കേടാണെന്ന് പറയുന്ന ആളുകളും ഇപ്പുറത്തെ സൈഡിൽ. അപ്പൊ ഏതിനും നമ്മുടെ കേരളത്തിൽ ആളുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഏത് വിഷയവും മതപരമായും ജാതിയുമായിട്ടുള്ള ഭിന്നതകൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ പാവം അനുസിതാരം ഒന്നും ജന്മത്തിൽ നിന്ന് അറിഞ്ഞിട്ടില്ല. കാരണം അനുസിതാരം ദുൽഖർ സൽമാനും ഗ്രിഗറി ഒന്നും അറിഞ്ഞിട്ടില്ല. അവര് അപ്പൊ പാടിയിട്ടുള്ള വെറുതെ മൊഞ്ചത്തി പെണ്ണെ ഉണ്ണിവായെ തഞ്ചത്തിലൊപ്പന വാടിവായെന്ന് എഴുതി അവർക്കും ഇത് അറിയില്ല. ഇപ്പൊ ക്രിക്കറ്റ് കളി കണ്ട് അല്ലാഹു അക്ബർ എന്ന് വിളിക്കുന്ന പാവം പി സി ജോർജിന് ഇത് അറിയില്ല. അതുകൊണ്ടാണ് പി സി ജോർജ് പറയുന്നത് പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ ഇവന്മാര് സന്തോഷിക്കുന്നത് എന്തിനാന്ന് ചോദിക്കുക. ഇനി നമ്മൾ തിരിച്ച് പി സി ജോർജിനോട് ചോദിക്കണം. അതായത് താൻ പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ സന്തോഷിക്കാറില്ലേ എന്ന് ചോദിക്കണം. അതാണ് ഇതിന്റെ കാര്യം.